മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഐഡന്റിറ്റീസ് എന്ന ചാപ്റ്ററിലെ ഓൾ സ്ക്വയർ എന്ന ഐഡന്റിറ്റിയെ കുറിച്ചാണ്. ഇവിടെ രണ്ട് സ്ക്വയർ ഉണ്ട്. ആദ്യം നമ്മളൊരു സ്ക്വയർ വരച്ചു, അതിന്റെ സൈഡ് എത്ര എക്സ്. അപ്പൊ എക്സ് ആകുമ്പോൾ ഏരിയ എന്താവും എസ് സ്ക്വയർ. പക്ഷെ പിന്നെ തോന്നി അത് പോരാ, അപ്പൊ നമ്മുടെ ഈ സൈഡ് അതേ സ്ക്വയർ ആണ് ഇത്. അതിന്റെ ബോത്ത് സൈഡ്സ് എന്തും y സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തു. എന്നിട്ടൊരു ലാർജ് സ്ക്വയർ ഉണ്ടാക്കി. ഈ സ്ക്വയർ തന്നെ അതിനോട് കൂടെ ബോത്ത് സൈഡിലേക്കും ലെങ്ത്തും വിഡ്ത്തും എന്ത് ചെയ്തു y സെന്റിമീറ്റർ, സൈഡുകൾ എന്ത് ചെയ്യുന്നു y സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇത് എന്നിട്ട് നമ്മൾ ഫിഗർ ആക്കി. ഇപ്പൊ ഇതൊരു ഫിഗർ അല്ലല്ലോ, കറക്റ്റ് ഫിഗർ അല്ല, ഇതിനെ ഫിഗർ ആക്കി മാറ്റി, അഥവാ റെക്ടാംഗിൾസും സ്ക്വയർസ് ആക്കി മാറ്റി. അപ്പൊ നമുക്കിവിടെ 1 2 രണ്ട് സ്ക്വയറും രണ്ട് റെക്ടാംഗിൾ കിട്ടി. ഒന്നാമത്തെ ഫിഗർ ഇത്, രണ്ടാമത്തെ ഫിഗർ, മൂന്നാമത്തെ ഫിഗർ, നാലാമത്തെ ഏറ്റവും ചെറിയ ഫിഗർ, ഇങ്ങനെ 4 ഫിഗറുകളായി കിട്ടി. അപ്പോ ഈ സ്ക്വയറിന്റെ സൈഡ് എന്താ എക്സ് പ്ലസ് വൈ, അതർ സൈഡ് എക്സ് പ്ലസ് വൈ. അപ്പൊ ഏരിയ സൈഡ് ഇൻറ്റു സൈഡ്, സൈഡ് സ്ക്വയർ അല്ലേ, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ. That means x plus y all the squares. ഒരു 5 into 5 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് സൈഡ് സ്ക്വയർ. അതുപോലെ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ എക്സ് പ്ലസ് വൈ ഓൾ ദി സ്ക്വയർ ഇസ് ഇക്വൽ ടു. അപ്പൊ ഈ ലാർജ് സ്ക്വയറിന്റെ ഏരിയ ആണ് എന്ത് എക്സ് പ്ലസ് വൈ ഓൾ ദി സ്ക്വയർ. അപ്പോൾ അത് ഏരിയ കാണുമ്പോൾ പകരം ഇതിൽ എത്ര ഫിഗർ എന്ന് പറഞ്ഞാൽ 4 ഫിഗറിന്റെ ഏരിയ ആഡ് ചെയ്താൽ പോരെ. അപ്പൊ ഒന്നാമത്തെ ഫിഗർ ഏതാ സ്ക്വയർ ആണ്. അപ്പൊ എക്സ് എ ഇൻറ്റു എക്സ് സ്ക്വയർ ആണ് അതിന്റെ ഏരിയ. രണ്ടാമത്തെ ഫിഗർ ഒരു റെക്ടാംഗിൾ ആണ്. അപ്പൊ ഈ ബ്ലൂ ലെങ്ത് തന്നെ ഇവിടെ എത്ര എക്സ് എന്നിട്ടുണ്ട്, ഇവിടെ വിടുത്തോ വൈ, എക്സ് എ ഇൻറ്റു വൈ, ഏരിയ എന്താ എക്സ് വൈ. തേർഡ് ഫിഗർ ഇതിന്റെ ലെങ്ത് ഇതാണ്, ലെങ്ത് എത്ര എക്സ്, വിടുത്തോ വൈ, അപ്പൊ എക്സ് എ ഇൻറ്റു വൈ എക്സ് വൈ. ഇനി ലാസ്റ്റ് ഫിഗർ അതാണ് സ്ക്വയർ ആണ്. ഇവിടെ എന്താണ് ഈ ലെങ്ത് ഇവിടെ എത്ര തന്നെ വൈ, അതുപോലെ ഈ ലെങ്തോ വൈ എന്നല്ലേ, അപ്പോൾ വൈ ഇൻറ്റു വൈ വൈ സ്ക്വയർ. അപ്പൊ ഇതിന്റെ ഏരിയ 4 ഫിഗറിന്റെയും ഏരിയയുടെ സമ്മാണ്. ഈ ലാർജ് സ്ക്വയറിന്റെ ഏരിയ ഫസ്റ്റ് ഇവിടെ എത്ര ഫിഗർ വന്നു ഇതിന്റെ ഇൻസൈഡ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ ഈ സ്ക്വയർ ആവില്ല. അപ്പൊ ഒന്നാമത്തെ ഫിഗറിന്റെ ഏരിയ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ ഫിഗറിന്റെ ഏരിയ എക്സ് പ്ലസ് വൈ, മൂന്നാമത്തെ ഫിഗറിന്റെ ഏരിയ എക്സ് പ്ലസ് വൈ, നാലാമത്തെ ഫിഗറിന്റെ ഏരിയ വൈ സ്ക്വയർ. അപ്പോൾ നമുക്ക് എ സ്ക്വയർ എക്സ് വൈ എത്ര എക്സ് വൈ 2xy പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ നമുക്ക് ഏരിയ കിട്ടി എക്സ് പ്ലസ് വൈ ഓൾ ദി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് എ പ്ലസ് ബി ഓൾ ദി സ്ക്വയർ നോക്കാം. എ പ്ലസ് ബി ഓൾ ദി സ്ക്വയർ ഇസ് ഇക്വൽ ടു ഫസ്റ്റ് ടൈം ഏതാ എ, അതിന്റെ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ഡബിൾ ഓഫ് അഥവാ 2 ടൈംസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടൈമിന്റെ പ്രൊഡക്റ്റ്, രണ്ട് ഇൻറ്റു എ ഇൻറ്റു ബി എ ബി പ്ലസ് സെക്കൻഡ് ടൈം ആയ ബിയുടെ സ്ക്വയർ. അതുപോലെ നെക്സ്റ്റ് പി പ്ലസ് ക്യൂ ഓഫ് ദി സ്ക്വയർ ആണ്. ഇതിൽ നമുക്ക് കിട്ടി ഏതാണോ, ഇപ്പോ എക്സ് വൈ പ്ലസ് ഓഫ് ദി സ്ക്വയർ ആകുമ്പോൾ എസ് സ്ക്വയർ അല്ലാതെ വന്നു. അപ്പൊ ഫസ്റ്റ് ടൈം ഏതാണോ അതിന്റെ സ്ക്വയർ പ്ലസ് ഡബിൾ ഓഫ് അഥവാ 2 ടൈംസ് ഓഫ് ഫസ്റ്റ് ടൈം ഏതാ പി, സെക്കൻഡ് ടൈം ക്യൂ, പി ഇൻറ്റു ക്യൂ പി ക്യൂ, അപ്പൊ 2pq പ്ലസ് സെക്കൻഡ് ടൈമിന്റെ സ്ക്വയർ. ഓക്കെ, ഫൈൻഡ് 51 സ്ക്വയർ. അപ്പൊ നമുക്ക് 15 പ്ലസ് 1 അല്ലേ 51 സ്പ്ലിറ്റ് ചെയ്താൽ, അപ്പോൾ നമുക്ക് 50 പ്ലസ് 1 ഇതിൽ ഫസ്റ്റ് ടൈം ഏതാ 50, ഫസ്റ്റ് ടൈമിന്റെ സ്ക്വയർ 2 ഇൻറ്റു ഡബിൾ ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈമിന്റെ പ്രൊഡക്റ്റ് ഇൻറ്റു ചെയ്യാന്നല്ല 50 ഇൻറ്റു 1 പ്ലസ് സെക്കൻഡ് ടൈം ആയ 1ന്റെ സ്ക്വയർ
എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ്, ഇപ്പം ഇത് എക്സും ഇതും വൈ ആയി എടുക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ അതായത് 15 സ്ക്വയർ 2 ഇൻറ്റു എക്സ് ഏതാ 50, വൈ ഏതാ 1 പ്ലസ് വൈൻ്റെ സ്ക്വയർ എന്നുള്ളടത്ത് 1 സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇനി 5 സ്ക്വയർ 25, 1 0 and 2 0, 1 0 സ്ക്വയർ 2 0. ഇവിടെ എത്ര 0 ഉണ്ടായും? ഈ പ്ലസ് മുതൽ ഈ പ്ലസ് വരെ ആകെ ഒരു 0 ഉള്ളത്, അത് 0 ഇട്ടു. ഇനി 2 ഇൻറ്റു 5 10, 1 ഇൻറ്റു 10 10 100 പ്ലസ് 1 സ്ക്വയർ 1. അപ്പോൾ 2500 പ്ലസ് ഒരു 100 പ്ലസ് ഒരു 1 0 6 1. അപ്പോൾ 51 സ്ക്വയർ 2200 600 1. ഓക്കെ, ലൈക്ക് ദീസ് നമുക്ക് ഒന്നുകൂടി ഒരു എക്സാമ്പിൾ നോക്കാം. 103 103 ഓൾ സ്ക്വയർ. ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 100 പ്ലസ് 3 ഓൾ സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് ടൈം ഏതാണ്? 100. അപ്പോൾ 100ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് ടൈം ഇൻറ്റു സെക്കൻഡ് ടൈം, 3 അല്ല സെക്കൻഡ് ടൈം, പ്ലസ് സെക്കൻഡ് ടൈം ആയ 3ന്റെ സ്ക്വയർ. സോ 1 സ്ക്വയർ 1, 2 0 സ്ക്വയർ 4 0 1 2 3 4 പ്ലസ് ഇവിടെ എത്ര 0 ഉണ്ട്? 2 0 ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഇട്ടു. ബാക്കി നമ്പേഴ്സ് ഇൻറ്റു 1 ഇൻറ്റു 2 2 ഇൻറ്റു 3 6 പ്ലസ് 3ന്റെ സ്ക്വയറോ 9. അപ്പോൾ നമുക്കിവിടെ ആഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ ആഡ് ചെയ്യും? 10,000ഉം 600ഉം 9ഉം. അപ്പോൾ 10,000 600 9 0 6 0 1 is equal to 10,609. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 10 ആൻഡ് ഹാഫ് സ്ക്വയർ. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 10 പ്ലസ് ഹാഫ് ഓൾ ദി സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് 10ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് ടൈം ആയ 10 ഇൻറ്റു സെക്കൻഡ് ടൈം ആയ ഹാഫ്. അപ്പോഴും സെക്കൻഡ് മിഡിൽ ടൈം ആയിട്ട് വരുന്നത് 2 ഇൻറ്റു ഫസ്റ്റ് ടൈം ഇൻറ്റു സെക്കൻഡ് ടൈം പ്ലസ് സെക്കൻഡ് ടൈമിന്റെ സ്ക്വയർ. ഓൾ ദി സ്ക്വയറിൽ ഫസ്റ്റ് ടൈമിന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് ടൈം ഇൻറ്റു സെക്കൻഡ് ടൈം പ്ലസ് സെക്കൻഡ് ടൈമിന്റെ സ്ക്വയർ ഇസ് ഇക്വൽ ടു 1 സ്ക്വയർ 1, ഒരു 0ന്റെ സ്ക്വയർ 2 0 പ്ലസ് ഇവിടെ എല്ലാം കൂടി ഇൻറ്റു ചെയ്യുക. 1 ഇൻറ്റു 10 ഇൻറ്റു 2 20 ബൈ 2 ഡിനോമിനേറ്റർ 12 പ്ലസ് 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4. ഒരു ഫ്രാക്ഷൻ നമ്പറിന്റെ ഓൾ ദി സ്ക്വയർ കാണുമ്പോൾ ന്യൂമറേറ്റർ സ്ക്വയർ മുകളിലും ഡിനോമിനേറ്റർ സ്ക്വയർ താഴെ ചെയ്ത്. ഓക്കെ, അപ്പോൾ 100 പ്ലസ് 20ൽ എത്ര 2 ഉണ്ട്? 10 ടൈംസ് 22 10 ടൈംസ് അല്ലേ പ്ലസ് 1/4. സോ 10ഉം 100ഉം 110. ഫ്രാക്ഷൻ നമ്പർ ആഡ് ചെയ്യുന്നതിന് പകരം അതിന്റെ കൂടെ ജോയിൻ ചെയ്ത് തരിക. അപ്പോൾ 110 1/4.